ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 9 ഡേ 8 തുടങ്ങുന്നത് തന്നെ മിസൈലിന്റെ കൊടൂരമായ നിയമലംഘനത്തിൽ നിന്നാണ്. ഞാൻ പറയുമ്പോൾ മിസൈലിനെ പിടിച്ച് പുറത്താക്കണം. അല്ല, ഞാൻ കാര്യം പറയാം. ആ വീട്ടിൽ അത്രയും ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപയും മുടക്കി ഡ്രസ്സും കോസ്മെറ്റിക്സും കൊണ്ടുവന്നിട്ട് മിസൈലിന് മാത്രം എന്താ ഒരു പ്രത്യേകത? ഇതിങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ചോദിച്ചാ ബീട്രൂട്ട് ചുണ്ടി തെച്ചത് ബീട്രൂട്ടിന്റെ ചാക്ക് മൊത്തം കടിച്ചു തന്നു. മുഖത്തൊന്നുമില്ല എന്ന് പറയുന്നു. ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് ഇടാതെ സ്വന്തം ഡ്രസ്സ് ഇട്ട് കിടക്കുക. ബിഗ് ബോസിനോട് ഒരു തരത്തിലും ബിഗ് ബോസിന്റെ ടീമിനോട് ബിഗ് ബോസിനെ ഇല്ല, അത്രയില്ല. അത് ലാലേട്ടൻ വരെ നീപ്പിച്ച് നിർത്തി പറഞ്ഞിട്ട് ലാലേട്ടനോട് പോലും ഒരു വില ഇല്ലാത്ത രീതിയിൽ ബിഗ് ബോസ് ഷോനോട്, അതും ഇവര് ബിഗ് ബോസ് ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളല്ല. ഇന്ത്യ ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്ത ഒരാള് ഓൾറെഡി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു എഡ്ജ് കൂടുതലുണ്ട്, അവർക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടുതലുള്ള ഒരാള് ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കുമ്പോൾ ബിഗ് ബോസ് ടീം എന്താണെന്ന് പറയാം, ഇതിനെ വലിച്ച് പുറത്തിടണം. ഇതിനെ കൊണ്ടു നടക്കേണ്ട ചുമക്കേണ്ട ആവശ്യം ബിഗ് ബോസ് ടീമിന് ഇല്ല. 7ന്റെ പണി പണി കൊടുക്കേണ്ടത്. 7ന്റെ പണി ഇങ്ങനെ കൊടുക്കണം. കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ കഷ്ടപ്പെട്ട് ഓരോരുത്തരും കോൺഫിഡൻസ് ഇല്ല, വളരെ ഡൗൺ ആണ്. പല ആളുകളും ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് അവർ അതുകൊണ്ട് ഡ്രസ്സും ബാക്കി സാധനങ്ങളും കിട്ടുമ്പോൾ ഓരോരുത്തരുടെ കോൺഫിഡൻസ്. ഇപ്പൊ ആദില നോറ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് കളിക്കാൻ കാരണം എന്താ? അവർക്ക് അവരുടെ സാധനങ്ങൾ കയ്യിലുണ്ട്. നിവിൻ കയ്യില് സാധനം ഉണ്ട്, ആര്യൻ കയ്യില് സാധനം ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് കോൺഫിഡൻസ് എക്സ്ട്രാ എഡ്ജ് ഉണ്ട് ബാക്കിയുള്ളവരുടെ മുന്നിൽ. ഇത് ബാക്കിയുള്ളവരുടെ ആ ഒരു എന്താ പറയാ, ഒട്ടും ഒരു രീതിയിലും ബാക്കി കണ്ടസ്റ്റൻസിനോടും വിലയില്ല, നിയമത്തിനോടും വിലയില്ലാത്ത ഈ വൃത്തികെട്ട പരിപാടി ബിഗ് ബോസ് എന്റർടൈൻ ചെയ്യാൻ ഇവരെ ഫ്രീഡം നഷ്ടപ്പെടുത്തി പിടിച്ചു വെക്കാതെ ഇവരെ മേക്കപ്പ് ഒക്കെ ഇട്ട് പറക്കാൻ ബിഗ് ബോസ് സമ്മതിക്കണം. അതെ, നേരത്തെ ബാഗാണ് കൊടുത്തയച്ചത്. അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്നിച്ച് പറഞ്ഞു വിട്ടോ. ഞാൻ പറയുമ്പോൾ ഒന്നിച്ച് പറഞ്ഞു വിടാനല്ല, ഇതിനെ മലയാളം പഠിപ്പിക്കാനും മലയാളികൾക്ക് ഇതിനെ കാണിക്കാനും വേണ്ടി കൊണ്ടു നിർത്തേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ മലയാളം പഠിപ്പിക്കാനും ഇങ്ങോട്ട് വിട്ടോ. മലപ്പുറത്ത് ഞാൻ അല്ലേ നല്ല സ്കൂളിൽ ക്ലാസ് എടുത്ത് കൊടുക്കുക. മലയാളം അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്ത് ലോജിക്കാണല്ലേ മലയാളം പഠിക്കാൻ എനിക്ക് നാടറിയണത്. ഈ ഹിന്ദി പോയിട്ട് ഇത്രയും കാലം നിന്ന് അവിടെ ഇൻഡസ്ട്രിയിൽ നോക്കി അവിടെ ഒന്നും ക്ലച്ച് പിടിക്കാത്തോണ്ടായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് കയറി പോകുന്നത്. ഇത് മലയാളികൾക്ക് ഇത് മൊത്തം ചോക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യം, അത് അവിടുത്തെ ഒരാളുടെ ചാൻസ് കിട്ടിയത് ഓക്കെ, ചാൻസ് കൊടുത്തു. അവര് ചിലപ്പോൾ ഇന്റർവ്യൂവിൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു വില ഇല്ലാത്ത രീതിയിൽ മറ്റേ ബിഗ് ബോസിനോട് ഈ പരമപുച്ഛവും പരിഹാസം കാണിക്കുമ്പോൾ ഇതിന്റെ ടീം ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ബിഗ് ബോസ് ഇങ്ങനെ രാവിലെ നീച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും പ്ലഗ്സ് എടുത്തിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ബിഗ് ബോസിന് എന്ത് രാവിലെ തന്നെ ഇത് വഴിപാട് മാതിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നേരിട്ടിട്ട് അതിലുള്ള ഒരു സാധനം കാണിക്കണം. ഗിസേൽ ഇനി ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡോർ തുറന്നു അപ്പോഴേക്കോ ഡോർ പൊഴിക്കോ എന്ന് പറയണം. അടിച്ച് പുറത്താക്കേണ്ട കേസാണ്. ചോദ്യം പറച്ചിലിന്റെ ആവശ്യമില്ല. മെയിൻ ലാലേട്ടൻ വരെ വന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഈ പട്ടിപ്പുച്ഛം കാണിക്കുന്നുണ്ടല്ലോ. ചവിട്ടി പുറത്താക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണുന്ന നാട്ടുകാർക്ക് എനിക്ക് തോന്നി എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും തോന്നുന്നു. സംഗതി അവർ കളിക്കുമായിരിക്കും, നല്ല കണ്ടസ്റ്റന്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ അത് അനീഷ് സംസാരിച്ച് കറക്റ്റാ. അതെ, അതിനിപ്പോ അനീഷ് 10 ഇംഗ്ലീഷ് പറഞ്ഞാൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യാല്ല, വഴിയൊന്നുമില്ല. കാരണം അനീഷെങ്കിലും പോയിട്ട് 10 ഇംഗ്ലീഷ് പറഞ്ഞു ബാക്കി ആരും എന്തോന്നും പറയാത്തെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എനിക്കൊന്ന് ബിന്നി എന്ത് ചെയ്തിട്ടുണ്ട്, ബിന്നി വീണ്ടും കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിന്റെ അഹങ്കാരത്തിന്റെ ഊക്ക് എന്താ അറിയോ? കള്ളത്തരം കാണിക്കുമ്പോ ഇവർക്ക് അറിയാതെ ക്യാമറ ഉണ്ട്, അവിടെ ലൈറ്റ്സ് ഓൺ ആണ്, നൈറ്റ് വിഷൻ നമ്മൾ കാണുന്നത് മാത്രമേ ഇരുട്ട്, അവിടെ നല്ല വെളിച്ചാണ്. ഇത് ക്യാമറയിൽ കാണിക്കാനും ഇതൊരു കണ്ടന്റ് ആക്കാനും വേണ്ടി അവർ മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയാണ്. ഇല്ലെങ്കിൽ അവർക്ക് ബാത്റൂം കൊണ്ടുപോയിട്ട് ബിഗ് ബോസ് കാണാൻ ചെയ്തൂടെ? ഈ ഒളിപ്പിച്ച് വെച്ച സാധനങ്ങൾ പൗച്ചിലിട്ടിട്ട് ബാത്റൂമിൽ കയറിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ സാധനങ്ങൾ യൂസ് ചെയ്യാം. അവരത് ചെയ്യുന്നില്ല. അതിന് പകരം എൻറ്റയർ ടീമിനെയും ബിഗ് ബോസ് ടീമിനെയും മറ്റേ പ്രേക്ഷകരെയൊക്കെ ഒരുമാതിരി പരമപുച്ഛം കാണിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, രാവിലെ ബിഗ് ബോസിന്റെ നിയമങ്ങളെയൊക്കെ വളരെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇത് മാത്രം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണോ അതന്നെയാണ് ഞാൻ അനീഷ് ചോദിക്കുന്നത്. അപ്പൊ ആ കാര്യമൊക്കെ അനീഷ് ചോദിച്ചത് നല്ല ഐറ്റായിരുന്നു. അതെ, പിന്നെ അതിനുശേഷം ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള റാങ്കിങ് ടാസ്ക് വന്നു. റാങ്കിങ് ടാസ്ക് ടു ഏർലി അല്ലേ, ഭയങ്കര ഏർലിയാണ്. അത് മാത്രമല്ല ഒരു മണിക്കൂറിന് വേണ്ടിയിട്ട് മാത്രം ഒരു ക്ലാസിക് ടാസ്ക് ഉപയോഗിച്ചത്. ശരി, ഇത് ഭയങ്കര രസമുള്ള ഒരു ടാസ്ക്. ഈ റാങ്കിങ് ടാസ്ക് എന്ന് പറയുമ്പോൾ സീസണിൻ്റെ ഒരു ഹാഫ് കഴിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കുറേ അവരുടെ ആ ഒരു ജേണി മൊത്തം പറഞ്ഞ് അവരവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞ് അത് ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇത് റാങ്കിങ് ടാസ്ക് സത്യത്തിൽ ഇപ്പോൾ വന്നത് വളരെ എന്താ പറയുക അമേച്ചറിഷ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ അവരുടെ ടാസ്ക് അല്ല അത്. അതിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ആ ടാസ്ക് നടന്നതുമില്ല. ആ ടാസ്ക് അനീഷ് ഫസ്റ്റ് വേണം അല്ല, അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പിടുത്തൊന്നും കിട്ടില്ല. അത് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം, ടാസ്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഉണ്ടായില്ല.
ഷാനവാസ് അപ്പോഴേക്കും ഒരു പോയിന്റ് പറഞ്ഞിട്ടു അതിൽ ബാക്കിയുള്ള അത് ഷാനവാസിന്റെ ഗെയിം. ഷാനവാസ് നൈസായിട്ട് എന്ത് ചെയ്തു, അവിടെ ഒരു അച്ഛൻ കളിക്കാൻ നോക്കി. ഷാനവാസ് എന്താ പറയാ, ക്യാപ്റ്റൻ ആയതുകൊണ്ട് അയാളെ ക്യാപ്റ്റൻസി പ്രശ്നം വരുന്നത് അത് പറഞ്ഞു. പക്ഷെ അയാൾ കൺവിൻസ് ചെയ്തു എല്ലാരും കൺവിൻസ് ചെയ്തു. പക്ഷെ കൺവിൻസ് ആവാതിരുന്ന രണ്ടാൾക്കാർ അപ്പാനിയും അക്ബറും. അക്ബർ, ആര്യൻ, അപ്പാനി ഇവരൊന്നും ആര്യനെ പൊക്കി അടിച്ച് ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നൊക്കെ പറഞ്ഞപ്പോ ആര്യൻ രണ്ടാമത് പോയി ഇരുന്നും ചെയ്തു. ശരത്തും അക്ബറും അവര് തീരെ റെഡി ആയില്ല. അങ്ങനെ ആ ടാസ്ക് പൊളിഞ്ഞ് എന്തായി, കൈ കൊടുത്ത് അതൊരു വഴിക്കാക്കി കൊടുത്തു അനീഷ്. പക്ഷെ നന്നായിട്ട് ആ ടാസ്ക് പൊളിഞ്ഞു പോയത്. കാരണം അതും കൂടി അനീഷിന് കിട്ടിയിരുന്നെങ്കിൽ, ഇവരെല്ലാരും കൂടി അനീഷിന് 1ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അനീഷിന് എന്താണെങ്കിലും കൺഫേം രാജാവിന്റെ വട്ടം നാട്ടിലെടുത്ത് കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പൊ അത് പൊളിഞ്ഞു പോയത്, പൊളിച്ചു വിട്ടതൊക്കെ നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ സംഭവിച്ചേ, പിന്നെ വന്നത് എവിക്ഷന്റെ. അത് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പലരും പല വേർഷൻസും പറയുന്നുണ്ട്. എനിക്ക് പക്ഷെ കണ്ട സമയത്ത് തോന്നിയത് എന്താ വെച്ചെങ്കിൽ, അനീഷ അവിടുന്ന് സ്റ്റൂൾ എടുത്ത് കൊണ്ടുപോയി. അനീഷ് സ്റ്റൂൾ എടുത്ത് കൊണ്ടുപോയി പറഞ്ഞാൽ മനഃപൂർവ്വം കാല് വെച്ചു, പക്ഷെ അത് അനീഷ ആ കാൽമത്തിന് കൊണ്ടുപോയി ഇടും ചെയ്തു. മനസ്സിലായോ? എനിക്ക് പിന്നെ അവിടുന്ന് അനീഷിനും കിട്ടിയിട്ടുണ്ട് തിരിച്ച്. ആരിനും അപ്പാനെയും അത് കാല് നീട്ടി വെച്ചിട്ട് അത് അവിടെ അങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ കുട്ടി പക്ഷെ കാല് നീട്ടി വെച്ചു. വളരെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ആ കാല് നീട്ടി വെച്ചു, പക്ഷെ വെച്ച കാലുമ തന്നെ കൊണ്ടുപോയി ആരും ഇട്ടു. അനീഷ് അത് കൊണ്ടുപോയി ഇടും ചെയ്തു. സാധനം അത് മനഃപൂർവ്വം ഓള് കാല് നീട്ടി മനഃപൂർവ്വം അനീഷ് അത് കൊണ്ടുപോയി ഇട്ടും ചെയ്തു. സോ അതൊരു എന്താണ് ടൈ ആയി ആ വേർഷൻ, അങ്ങനെ ടൈ ആയിപ്പോയി. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ ഇതിന് റാങ്കിങ് അല്ല, ബിഗ് ബോസിന്റെ മിഡ് വീക്ക് എവിക്ഷന്റെ പരിപാടികൾ നിർത്തി വെച്ചു എന്നൊക്കെ പറഞ്ഞത് പ്രമോക്ക് വേണ്ടിയിട്ടുള്ള ഗിമിക്ക് മാത്രമാണ്. പ്രമോ ഇസ് നോട്ട് എ പ്രോമിസ് അഗൈൻ നിർത്തി വെച്ചു എന്നൊക്കെ പറഞ്ഞു. മേക്കപ്പ് സാധനത്തിന് നിർത്തി വെക്കണം, അവരെ വലിച്ച് പുറത്തിട്ടാ പോലെ. ഇത് ഷോ നിർത്തി വെക്കേണ്ട കാര്യമില്ല. എന്തിനാ ബിഗ് ബോസ് സ്വയം കോമാളിയാവുന്നത്? നിർത്തി വെച്ചു പറഞ്ഞിട്ടില്ലേ, അവര് നേരിട്ട് വലിച്ച് പുറത്താക്കുക വേണ്ടത്, അല്ല സ്വയം കോമാളിയാവരുത്. ഇതിപ്പോ എന്താ പറയാ, ബിഗ് ബോസ് കാണിക്കുന്ന ഫഹദ് ഫാസിൽ മറ്റേ സിനിമയിൽ തെറ്റിപ്പോയിക്കില്ല ഇടയ്ക്ക്. ബിഗ് ബോസ് ഞാൻ തെറ്റിന്നൊക്കെ ഗിസേലിന്റെ അടുത്ത് അങ്ങനെ. ഈ ഗിസേലിന് മാത്രം ഒരു പ്രിവിലേജ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതോ ഇനിയിപ്പോ അവർക്ക് നിങ്ങൾക്കൊരു മോഡലിനെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞു നിർത്തിയതാണെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് ഷോക്കേസ് കാണണ്ട, കളിക്കുന്നത് കണ്ടോട്ടെ. അല്ലാതെ ഇത് ഈ നിയമലംഘനം കാണിക്കുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവരെ ഫുള്ള് പൊട്ടന്മാരാക്കിയിട്ട് അതിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിനിടയിൽ കൂടി ശാരിക കുറച്ചൊരു അനീഷിന്റെ ഭാഗം ചാഞ്ഞിട്ട്, ശാരികക്ക് എവിടെയോ മനസ്സിലാക്കിയ അനീഷിന് എന്തോ പോലെ അവർക്ക് മുപ്പത്തിന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ പൊളിച്ചപ്പോയി. അത് മാത്രല്ല, മുപ്പത്തിക്ക് ഈ ബിഗ് ബോസ് ഇന്റർവ്യൂ ഒക്കെ എടുത്ത് ബിഗ് ബോസുകാരോട് കുറച്ച് സംസാരിച്ചപ്പോഴൊക്കെ സീസൺ കുറച്ചും കൂടി കീഴായിട്ട് കണ്ടപ്പോ മുപ്പത്തിയേർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതെന്തോ കേറിയിട്ടുണ്ട്, എന്നാ പിന്നെ അവിടെ പോയി ചായ. അതെ, അങ്ങനെ ശാരിക നൈസായിട്ട് അവിടെ കയറി കൂടാനുള്ള ഒരു പ്ലാൻ ശാരിക കാണിച്ചിട്ടുണ്ട്. അത് ബാക്കിയുള്ളവർ കണ്ടുപിടിക്കും ചെയ്തു, ബാക്കിയുള്ളവർ പൊക്കും ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട്, പക്ഷെ അത് നല്ല ജസ്റ്റാണ് യൂസ് ചെയ്യാത്തൊരു ചീപ്പ് കൊടുത്തു, നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷെ ബാക്കിയുള്ളവരെല്ലാരും കൂടി കൂടിയിട്ട് എന്താക്കിയത്, അത് നിന്നെ ചീപ്പാക്കി കളഞ്ഞത്. അതങ്ങനെ പോയി. പിന്നെ അതിനുശേഷം സോഷ്യൽ മീഡിയ എന്നൊരു സംഭവത്തിന് അങ്ങോട്ട് പറഞ്ഞു വിട്ടേന്നു. ആരെ കാണാനില്ലാന്ന് നോട്ടീസ് കൊടുക്കേണ്ട അവസ്ഥയില് രേണുസുതിയല്ലേ? എവിടെയോ ആണ്. രേണു ചേച്ചിന്റെ വേറൊരു കാര്യമുണ്ട്, ആൽബം സൂപ്പർ സ്റ്റാറിന് അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഇവിടെ ആ വീഡിയോ ആണെങ്കിൽ പ്ലേ ചെയ്യാം. രേണു ചേച്ചിക്ക് വയ്യ, രേണു ചേച്ചി ക്വിറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നിലെ രേണു ചേച്ചി സ്വയം ക്വിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മിഡ് വീക്ക് എവിക്ഷന് രേണു ചേച്ചി പോകും. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാട്ടാ. എനിക്ക് വയ്യടായി, അങ്ങനെ വയ്യ ടോട്ടലി. എനിക്ക് എന്റെ ഹെൽത്ത് ഓക്കെ അല്ല, ഞാൻ നന്നായിട്ട് അറിയാം. എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിന്റെ പുറമെ ഞാൻ ചത്തുപോകും. എനിക്ക് വയ്യ ഒട്ടും. ഞാൻ നിൽക്കുന്നതിന് ഇപ്പൊ ഈ ഒരു കാപ്പിയുടെ പുറത്താണ്. ഞാൻ അതല്ലേ സന്തോഷത്തോടു കൂടി പറയുന്നത്, എനിക്ക് വയ്യ. മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻ. തങ്കച്ചേട്ട ഇപ്പൊ തന്നെ ഒരു ആംബുലൻസ് ആയിട്ട് പോകേണ്ടതാണ്. ഒരു കുപ്പി കാപ്പിപ്പൊടി കൊടുത്താൽ മെഡിക്കൽ എമർജൻസി ആണ്. നമ്മൾ നാളെ ഞാൻ പറയുമ്പോൾ എവിക്ഷനിൽ പോകാൻ ഏറ്റവും അർഹത ഉള്ള ഒരാളാണ് രേണുസുതിയാണ്. കാരണം വയ്യാന്ന് അവര് പറയുന്നുണ്ട്, ഹെൽത്ത് ഓക്കെ അല്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് അറിയുന്നിടത്തോളം അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് അറിയുന്നിടത്തോളം അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഡോക്ടേഴ്സ് ആൻഡ് ബാക്കിയുള്ളവരൊക്കെ അടിപൊളി ടീമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യുമോ അവർക്ക് അതിനുള്ള വഴിയുണ്ട്.
എന്നിട്ടും രേണുസുധീന്റെ ഹെൽത്ത് ഓക്കെ അല്ല, രേണുസുധിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ രേണുസുധി പോരുകയാണ് നല്ലത്. അതുകൊണ്ട് തങ്കം ചേട്ടൻ എന്താണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ തുടക്കം തന്നെ ഇങ്ങനെ പറയുന്ന ഒരാൾക്കാർ എടുക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവില്ല എങ്ങനെ ഒരു എടി ഞാൻ പറയട്ടെ, അത് അങ്ങനെയല്ല സ്നേഹ, അത് ഇന്റർവ്യൂവിന്റെ സമയത്ത് നല്ല പെർഫോമൻസ് ഉണ്ടാവും. കേറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മനുഷ്യന്റെ ഹെൽത്ത് ആൻഡ് മൈൻഡ് എന്താവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പൊ അവര് പറയുന്നത് അവര് ഹെൽത്തി അല്ല, അവർക്ക് ഓക്കെ അല്ല. എന്താ പറയാ, ഇവിടെ എല്ലാ അറ്റൻഷൻ കിട്ടണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ നാട്ടില് ആൽബം ചെയ്ത് വലിയ സെറ്റപ്പിൽ നടക്കല്ലോ. ഇതിപ്പോ ആ കൂട്ടത്തിനിടെ ചെന്നപ്പോ അതിനേക്കാളും വലിയ ആൾക്കാരുണ്ടായപ്പോഴേ ആരും മൈൻഡ് ചെയ്യണില്ല. ഒരു അനീഷ കണ്ടപ്പോ തളർന്നു പോയി രേണു. അയ്യോ ഞാൻ കണ്ട് പേടിച്ചിരിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ 4 തുള്ളല്ലേ എന്ന് സോഷ്യൽ മീഡിയയില്. അപ്പൊ അങ്ങനെ ഒരു വഴിക്ക് ആര് പോയി? രേണുസുധി പോകുന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പൊ ആരൊക്കെയാണ് മിഡ് വീക്കിൽ? അനീഷ് ഒനീല് കലാഭവൻ സരിക, ശാരിക, റെന, ശരത്തില്ലേ? അല്ല അനീഷനെ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആര്യനില്ലല്ലോ. ഇല്ല, ആര്യനില്ല. ആര്യ മറ്റേലാണ് വന്നത്. ആര്യ മറ്റേലാണ് പോയിട്ടുള്ളത് അല്ലേ? ആര്യ മറ്റേലാണ് പോയിട്ടുള്ളത്. കലാഭവൻ സരിക, ഒനീല്, രേണുസുധി, ശാരിക, റെന, അനീഷ്. ഇത്രയും ആൾക്കാരിൽ 2 ആൾ എന്തായാലും കൺഫേം ആയിട്ട് പോകുന്നാണ് ബിഗ് ബോസ് പറയുന്നത്. പിന്നെ 7ന്റെ പണീന്റെ സീസൺ ആയതുകൊണ്ട് പോവില്ലേ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല മക്കളെ. കാരണം ഇനിയിപ്പോ പോവാനാണെങ്കിൽ തന്നെ രേണുസുധി സ്വയം പോവാൻ റെഡിയാണെന്നുള്ളത് രേണുസുധി ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു പോവാൻ പിന്നെ ആ കൂട്ടത്തിൽ പോവാനുള്ളത് ആരല്ലേ? ശാരിക, സരിക എന്താ പറയുക, കലാപം. നിങ്ങൾ ആ കാര്യം നോട്ട് ചെയ്യണുണ്ടോ? ബിഗ് ബോസിനകത്ത് എപ്പോഴും ഇവർ ആളുകൾ എടുക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾ എടുക്കാൻ കാരണം എന്താ പറയുക, അവിടെ സ്പോൺസേർഡ് ടാസ്കുകൾ വരും. സ്പോൺസേർഡ് ടാസ്ക് വരുമ്പോൾ ഇപ്പോൾ സാധാരണ നോർമലായിട്ട് ഒരാൾക്ക് കയറി കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ സ്കിറ്റ് പ്ലാൻ ചെയ്യണം, പാട്ടുകൾ പ്ലാൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നോർമൽ ഒരാളെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. ആർട്ടിസ്റ്റുകളാകുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ സാധനങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതി. ഇപ്പോൾ കഴിഞ്ഞ അപ്സര എന്നാണ് ചെയ്തത്, സിബിനൊരു പരിധി വരെ ചെയ്തു. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾക്ക് അതിനുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇപ്പോൾ അവരത് ചെയ്യും, ചില ആക്ടുകൾ, പ്ലേകൾ. അപ്പോൾ ഇവരുടെ കുറേ ടാസ്കിന് ഇവർ അത്യാവശ്യമാണ്. അത് കൂട്ടത്തിൽ നമുക്ക് നിൽക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലാണ് ആർട്ടിസ്റ്റുകൾ അത്യാവശ്യം. അപ്പം ഇനി കലാഭവൻ സരിക എനിക്ക് തോന്നുന്നു കുറച്ച് പോകും, അത്യാവശ്യം പോകും. അപ്പം ശാരികയ്ക്കാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. രേണു ശാരികയും അങ്ങനെ ഒരു പണി എനിക്ക് തോന്നുന്നുണ്ട്. അത് പോയതോട് കൂടിയിട്ട് 2 ആൾ ചിലപ്പോൾ കയറാനുള്ള സാധ്യതയുണ്ട്. 2 ആൾ ഇങ്ങോട്ട് വൈൽഡ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതായപ്പോ നോക്ക് ഇവിടുന്ന് കയറി പോയ ആൾക്കാരെ അല്ല അവിടെ ഇരിക്കുന്ന ആൾക്കാർ. അത് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ലോ ആവും. പിന്നെ അത് മൈൻഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. എന്നാ പിന്നെ നാളൊന്നിലുള്ള എല്ലാ സാധനവും എടുത്തേക്കട്ടോ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ചില്ലാവും. ഏത്? അതെ. അപ്പൊ അത് താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. എന്റെ കാര്യത്തില് ഇവരായത്തിലും ഒക്കെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ എടുത്ത് മാറ്റാം. ഞാൻ എന്നും കണ്ടു മേടിക്കുന്നല്ലേ. അപ്പോ അത് കഴിഞ്ഞിട്ട് മറ്റേ നോമിനേഷൻസ് വന്നു. നോർമലായുള്ള എവിക്ഷൻസിന് വേണ്ടിയിട്ട് അഭിലാഷ് രക്ഷപ്പെട്ടു. അഭിലാഷ് നൈസായിട്ട് ഇല്ല, അഭിലാഷ് എന്നാലും കഴിച്ചില്ലായി. ഇതെന്താ പറയുക വിഷയം, അത് അഭിലാഷിന് ഭയങ്കര ബേർഡനാണ്. അടുത്ത വട്ടം ഈ ശ്രദ്ധിച്ചോ, അഭിലാഷിനെ ഇരട്ടിക്ക് വരും. അപ്പോൾ എല്ലാവരും പറയും അഭിലാഷ് കഴിച്ചില്ലായി പറഞ്ഞിട്ട് അഭിലാഷിനെ ഇരട്ടിക്ക് പണി കിട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അഭിലാഷിന് അതൊരു ബേർഡൻ തന്നെ ആയിരിക്കും. അപ്പാനി ശൈത്യക്ക് കിട്ടി. എനിക്ക് അതിൽ ശൈത്യ ചാടും തോന്നുന്നുണ്ട്. അതിൽ പോകാൻ എനിക്ക് ചാൻസ് ശൈത്യക്കാണ് കൂടുതൽ തോന്നുന്നത്. ശൈത്യ ചാടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. 3 ആളൊക്കെ ഒരു സീസണിൽ ഒരു വീക്കിൽ പോണത് എനിക്ക് തോന്നുന്നു മിഡ് വീക്കും ഇതൊക്കെ ആയിട്ട് പോണത്. ഇതൊക്കെ എന്താ പറയുക, ബിഗ് ബോസിന്റെ കുറെ കഴിഞ്ഞിട്ട് വരുന്ന സാധനങ്ങളാണ് മിഡ് വീക്ക് എവിക്ഷൻ സാധനങ്ങളൊക്കെ. ഇപ്പൊ നേരത്തെ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇനിയുള്ള പണികൾ എന്തൊക്കെയാന്നുള്ളതാണ്. 5-6 ഉണ്ടാവും തോന്നുന്നുണ്ട് എനിക്ക് വൈൽഡ് കാർഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രേണുവിന്റെ സംസാരം വന്നു. അഗെയിൻ അവിടെയും ബിന്നിയാണ് പോയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ബിന്നി നല്ല ഹൈറ്റ് ആട്ടോ. ബിന്നി ഇടയ്ക്കിടയ്ക്ക് ബിന്നിനെ എല്ലാവരും നോട്ട് ചെയ്യാൻ തുടങ്ങി. ആണുങ്ങളെ ഗ്യാങ്ങും ബാക്കി എല്ലാവരും ബിന്നിനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തില് ബിന്നിയല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രികളിലെ കാഷ്വൽ സാധനങ്ങളും മറ്റേ പരിപാടികളൊക്കെ തെറ്റിദ്ധാരണകളും അതും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ BB+ൽ മറ്റേ രേണുസുധീന്റെ അക്ബറിന്റെയും പ്രോഗ്രസ് കാർഡിന്റെ വിഷയവും പരിപാടികളും. പിന്നെ രാവിലെ ഉണ്ടായ ഒരു അടീന്റെ ബാക്കികളൊക്കെയാണ് വന്നത്. പിന്നെ നിവിന്റെ കുറെ കളത്തരും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇത് വന്നിട്ടുണ്ട്, അപ്പാനിന്റെ സാധനം ഇൻസ്റ്റയില് വന്നിട്ടുണ്ട്. പോസ്റ്റ് കുറച്ച് ന്യായീകരിക്കൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇൻസ്റ്റയില്.
ഞങ്ങളുടെ അപ്പാനി അങ്ങനെയല്ല, ഞങ്ങളുടെ അപ്പാനി ഇങ്ങനെയാണ്, നല്ല അല്ല മനസ്സിലായി. വേറെ കാര്യമുണ്ട്, അപ്പാനിനെ ആ വീട്ടിനകത്തുള്ള കുറെ ആൾക്കാര് മിസ്റീഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് തോന്നിയത്? കൊറേ കപ്പാനിന്റെ കയ്യിൽ പക്ഷെ എന്നാലും എനിക്ക് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. അതൊരു ന്യായീകരിക്കുന്ന സാധനമുള്ളപ്പോ പോസ്റ്റ് അത് മാത്രല്ല, ഈ അനീഷ് നോക്കിയോ, ഇപ്പൊ 2 ആഴ്ചയല്ലേ, ഒരു 5ാമത്തെ ആഴ്ച 6ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് അനീഷ് ഗെയിം മാറ്റും. ഇപ്പൊ വെറുപ്പിക്കുന്ന ഇമേജ് ആണെങ്കിൽ അടുത്തത് അനീഷിന്റെ വരാൻ പോണെന്ന് എന്താ അറിയോ, കെയർ ആയിട്ട് അനീഷ് മാറ്റും. അനീഷ് പഠിച്ചു വന്നതാ, അനീഷ് ആ സാധനം മാറ്റും. പ്രേക്ഷകരും അതിനൊപ്പം എന്താവും, ആദ്യം വന്നവൻ മാറി ഇപ്പം കണ്ടില്ലേ നല്ല കുട്ടി എന്നുള്ള സ്കീമിക്ക് മാറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്നാലും നിവിൻ നോട്ടപ്പുള്ളി ആയിപ്പോ അക്ബർ പറഞ്ഞത് ഇവരാണ് നോക്കി വെച്ചിട്ടുണ്ട്. അല്ല നിവിൻ എന്താ പറയാ, നിവിന ഇന്ന് ഇതിന് എവിക്ഷന്റെ ടൈമിൽ തന്നെ നോമിനേഷൻസിന് കണ്ടില്ലേ, എല്ലാവർക്കും നിവിന്റെ ആ ഗെയിം പിടുത്തം കിട്ടി. എക്സ്പോസ്ഡ് ആയി നിവിൻ കുറച്ച്. അത് നിവിന്റെ കയ്യിലിരിപ്പോണ്. കാരണം നിവിന് സംസാരിക്കാൻ കിട്ടുന്ന സ്ഥലത്തൊക്കെ കയറിയിട്ട് എന്റെ ഗെയിം ഇത് എന്റെ ഗെയിം എന്ന് പറഞ്ഞ് നിവിൻ തന്നെ വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് നിവിനും കുറച്ച് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. പിന്നെ അവിടെ ഉള്ള സാധനമൊക്കെ കട്ട് തിന്ന് തീർക്കുന്നുണ്ട് നിവിൻ. നിവിൻ തക്കാളി അതാണ് തോന്നുന്നത്. നിവിൻ അത് കടിച്ചു മാറ്റി ആ സാധനം കളിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല അവിടെ ഫണ്ണില്ലല്ലോ, കുറവല്ല. അപ്പൊ പിന്നെ മാക്സിമം അല്ല അവിടെ അല്ലെങ്കിലേ പച്ചക്കറി ഒന്നും ഇല്ലാത്തതാണ്, വലിയ ഫണ്ടൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ളിൽ. അതും ഇന്ന് മറ്റേ ഇല്ല, ഇന്ന് മണിപ്പുര പോയി, നാളെ കിട്ടോ ഇല്ല അതൊരു പിടുത്തമില്ല. അപ്പാനിക്ക് നാളെ മറ്റേ വാളും കൊണ്ട് ഇറങ്ങും. അല്ല ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ആരോഗ്യമില്ലല്ലോ, ആരോഗ്യമില്ലാത്ത അവസ്ഥയല്ലേ. അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ, ഇന്നത്തെ ലൈവ് ഞാൻ പറയാം, ലൈവ് കിടിലാണ് അല്ലേ ലൈവില്. പക്ഷെ ആ സാധനം ഇറിറ്റേറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഈ മിഡ് വീക്ക് എവിക്ഷൻ ഈ സാധനം ഒരു ബോർഡ് കൊണ്ടു വെച്ചിട്ട് എഴുതിച്ചിട്ട് എത്ര നേരമാണ് ടൈം ഇത് വായിക്കുക, വെട്ടുക, പിന്നെയും വെട്ടുക, വായിക്കുക, എത്ര നേരമായി എന്ന് പറയാൻ എനിക്ക്. അതാ അവര് കൺഫ്യൂസ്ഡ് ആയി. ഒരു ബോർഡ് കൊണ്ടു വെച്ചിട്ട് കള്ളീതും വെട്ടിക്കലും ഹൊറിസോണിലും കണ്ട് അവരാകെ ഒരുമാതിരി ഭ്രാന്തോട് ചോദിക്കില്ല ആ സാധനം കണ്ടിട്ട്. ഇതിലാരോ പറഞ്ഞ പോലെ ആർക്കും ബോധമൊന്നും ഇല്ല എന്നുള്ള ചോദിക്കാനുള്ളത്. ബോധം കിളിയൊക്കെ ഷാനവാസ് കുറുക്കനല്ലേ, ഷാനവാസിന്റെ ഹെൽത്തും കൂടി കൺവിൻസ് ചെയ്യാനുള്ള കഴിവൊക്കെ. കൺവിൻസിംഗ് സ്റ്റാർ ഓഫ് ദിസ് ബിഗ് ബോസ് സീസൺ 7 ഇസ് ഷാനവാസ്. അപ്പൊ ഓക്കെ ഗൈസ്, പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി നമുക്ക് നാളെ നോക്കാം അല്ലേ, ഞങ്ങൾ കിടന്നു.